എന്റെ മോളെ കല്യാണം കഴിഞ്ഞതിലേക്ക് സമാധാനം കിട്ടുള്ളൂ. എന്റെ അറിയ ഒട്ടും വിഷമിക്കണ്ട. അളിയന്റെ മകളുടെ കല്യാണം ഈ അമ്മാനോടൊപ്പം കാലം ധൈര്യം വിഷമം. ഹലോ ഒരു എങ്ങനെ വിളിക്കും? എത്ര കഴിഞ്ഞു? എല്ലാരും പന്തിയിലേക്ക് ഇരിക്കുക. ഭക്ഷണം നോക്കുകയാണ്. നമുക്കൊരു സൂര്യനെ കൊടുത്തു എല്ലാവർക്കും ഭക്ഷണം കഴിക്കാം. സമയമായി വരും 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 വരും. അതാ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു പറയാം വീട്ടേക്ക് വീട്ടേക്ക് അറിയാം. കല്യാണമൊക്കെ നിയമായില്ലേ? അവര് വീട്ടിലേക്ക് നമുക്ക് അവരെ സ്വീകരിക്കാം. ഒരു എന്റെ ഫോണ് അയലൊക്കെ വിളിച്ചിട്ടുണ്ടാവില്ല. ആ സാറേ എല്ലാം ഭംഗിയായിട്ട് സാറേ എല്ലാം ഇഷ്ടപ്പെട്ട പോലെ തന്നെ എല്ലാം നല്ല ആഗ്രഹിച്ച പോലെ തന്നെ കല്യാണം അടിപൊളിയായി സാറേ. ഒരാഴ്ച കൂടി ഒന്ന് ലീവ് ഒന്ന് നീട്ടി കിട്ടുമോ സാറേ? നാളെ എന്ന് പറയുമ്പോ കല്യാണം സാറേ നിവൃത്തിയില്ലല്ലേ? ശരി സാറേ ശരി. ഞാനൊന്ന് വൈഫിനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയൊരു ടെൻഷൻ. ശരി സാറേ ഞാൻ വിളിക്കാം. ഞാൻ ഫൈനലായിട്ട് സാറിന് തിരിച്ചു വിളിക്കും. അങ്ങനെ നാളെ തന്നെ എത്ര പറയണം. കമ്പനിയുടെ അത്രയ്ക്കും ഒരു സിറ്റുവേഷനിലാണ്. അല്ലെങ്കിൽ അവരങ്ങനെ പറയില്ല. എനിക്ക് അറിയാലോ നമ്മുടെ കാര്യം. നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പോയിട്ട് വരുന്നൊരു വിസിങ് ഉണ്ടാകും ഉറപ്പായിട്ട്. ഹാപ്പി അല്ലേ? ടെൻഷൻ അടിക്കണ്ട കേട്ടാ. അപ്പൊ നമുക്ക് എടുക്കാം. ക്ഷീണായി ഇന്നലെ നമ്മുടെ ജോടെ കല്യാണം കഴിഞ്ഞ് നടക്കുവായിരുന്നേ. കഷ്ടം കല്യാണം പൊളിച്ചോ വരാൻ പറ്റില്ല. പക്ഷെ എന്നാലും നീ ആസ്വദിച്ചല്ലോ. എല്ലാവരും പ്രാർത്ഥന അടിച്ചുപൊളിച്ചില്ലേ? പിന്നെ ഒരു ദിവസം ഓളുടെ വീട് എവിടെയാ? ഒന്നും പണവും ഇഷ്ടംപോലെ കിട്ടിയോ? എന്തിരിക്കണോ? അളികളുടെ ഒന്നും ജയിക്കാതിരിക്കില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒരു ദിവസം തീർന്നില്ല. അയ്യോ ഞാനിരിക്കട്ടെ. പിന്നെ വിശേഷങ്ങൾ പറ. ഇപ്പോ തിരിച്ചു പോകുമ്പോ വിസിങ് കൊണ്ട് ചെന്നിട്ടില്ലേ? പക്ഷെ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ കല്യാണം ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്താണ് അവസ്ഥ? ഇവിടെ എന്താ കുഴപ്പമില്ല. സുഖമായിട്ടായിരുന്നു. യാത്രയൊക്കെ സുഖമായിരുന്നു. ഇവിടെ എല്ലാവരും വന്ന് നമ്മുടെ ഇവരെല്ലാവരും അന്വേഷണം നിന്നോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും നാട്ടിൽ വരുമ്പോൾ വീട്ടിൽ വരും. ഇല്ലേ ഇവിടെ ചെറിയ പ്രശ്നം.
അതിന് കുഴപ്പമൊന്നുമില്ല. ടെൻഷനൊന്നും അടിക്കണ്ട. നീ ഒരു കാര്യം ചെയ്തോ, നീ ഒരു ആഴ്ചക്ക് നിന്റെ വീട്ടിലേക്ക് ഒന്ന് പോകും, നിനക്കൊരു ഹാപ്പി ആവും. അപ്പൊ തന്നെ നമ്മളൊക്കെ പറയേണ്ട എത്തിയെന്ന് നിന്റെ അപ്പൻ നമ്മളൊക്കെ ഒന്ന് പറഞ്ഞോ. ഓക്കെ, ശരി. ഗൾഫിൽ എന്തൊക്കെയോ പ്രശ്നമാണെന്ന് പറയുന്നത്. എന്നാൽ ജോലിക്ക് എന്തോ സംഭവിച്ചോ? അതെ, അറിയില്ല. അവിടുത്തെ ഡ്രസ് ആക്ടിവിറ്റി നടത്തുന്നുണ്ട്. കൂടുതൽ അപകടം സംഭവിക്കുന്നുണ്ട്. പിന്നെ ഞാനല്ലേ കുട്ടം പറഞ്ഞപ്പോഴാണ് അറിയുന്നത് എന്ത് സംഭവം. ഒന്നുമില്ല. ഇല്ല, വളരെ വിഷമിക്കണ്ട. ഒന്നും പറ്റില്ല. ആംബുലൻസ് വന്നല്ലോ. അറിയാം. അവളോട് അമ്മ എന്നല്ലേ പറഞ്ഞു. അവളെ കരയരുത്, സഹിക്കണം. യുദ്ധം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ യുദ്ധം? സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഈ ലോകത്തില് മനുഷ്യരുടെ മാത്രം സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന യുദ്ധം അനേകായിരം കണ്ണീരുകൾ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമി. ഈ കണ്ണീരുകൾ എന്നാണ് നമ്മുടെ നാടിന് ഒരു ശാപമോഷം കിട്ടാം? യുദ്ധം നടത്തിയിരുന്ന ഒരു ലോകം തരട്ടെ.